വരട്ടെ. എന്താ? ആരാ നീ? ഞാൻ ആരാണെന്നേ നന്ദൻ പറയും. പറഞ്ഞു കൊടുക്കുന്നെന്താ ഞാൻ നിന്റെ ആരാണെന്ന്? നന്ദ, ഇവളാരാ? എനിക്കറിയില്ല ഇവളെ. നിനക്കെന്നെ അറിയില്ലല്ലേ? 7 മാസം മുൻപ് ഇതേപോലെ മണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ നീ? നിനക്കെന്നെ അറിയില്ലല്ലേ? താലി കെട്ടാനോ? ഞാനോ? ഇല്ലേ, നീ എന്നെ കല്യാണം കഴിച്ചില്ലേ? മധുര വാഗ്ദാനങ്ങൾ നൽകി എന്നെ കല്യാണം കഴിച്ച ശേഷം എന്റെ അച്ഛന്റെ കയ്യിൽ കാശ് മുഴുവൻ തട്ടിയെടുത്തവനല്ലേ നീ? നന്ദ, എന്തൊക്കെ ഇവളീ പറയുന്നത്? അപ്പച്ച, സത്യമായിട്ട് എനിക്ക് ഇവളെ അറിയില്ല. ഞാൻ ഇതുവരെ ഇവളെ കാണുക പോലും ചെയ്തിട്ടില്ല. നീ കാണാതെ പിന്നെ ഇവളെങ്ങനെയാ നിന്നെ തിരക്കി വന്നത്? ഇവൻ ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. കുട്ടി, കാലന്റെ മുമ്പിലാ നീ കഴുത്ത് നീട്ടി കൊടുക്കുന്നത്. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഭാഗ്യലക്ഷ്മി, ഇവളെ എനിക്ക് അറിയില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അതെ, ഇതിൽ ചതിയുണ്ട്. നീ ഈ കാണിക്കുന്നത് മുഴുവൻ ചതിയാ. സത്യം പറ, നീ ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നുമല്ല, കേട്ടറിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞില്ലേ? എന്റെ ജീവിതത്തിനൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മതി ഇനിയൊരു വിവാഹം. ആദ്യം ഞാനുമായുള്ള വിവാഹബന്ധം വേർപെടുത്ത്, അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും അയക്കൂ. നന്ദന് നിന്നെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? നന്ദൻ എന്നെ അറിയില്ലെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾക്കൊക്കെ ഇത് നല്ല കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചീത്ത കാര്യം തന്നെയാ. ഇങ്ങോട്ട് വാ. ദേ, മര്യാദയ്ക്ക് പോയാ നിനക്ക് കൊള്ളാം. നന്ദ, നീ ആ താലി എടുത്ത് ഇവളെ കഴുത്തി കെട്ട്. ഈ മണ്ഡപത്തിൽ വെച്ച് നന്ദൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ അത് എന്റെ ശവത്തിൽ കയറി നിന്നിട്ട് വേണം. നന്ദ, പോലീസിനെ വിളിക്ക്. ഇവളുടെ ശവത്ത് കയറി നിന്നിട്ടാണെങ്കിലും താലി കെട്ടാൻ കഴിയുമെന്ന് കാണണമല്ലോ. വിളിക്ക്, പോലീസിനെ വിളിക്ക്. അത് തന്നെയാ വേണ്ടത്. പോലീസിനെ വിളിക്കാൻ പറഞ്ഞ കേട്ടില്ലേ? വേണ്ട, ആരെയും വിളിക്കണ്ട. ഇവൾ ആരാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് മതി ഇനി നന്ദന് വിവാഹം. എനിക്കെന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി ഇവൾ ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഇനി ഈ വിവാഹത്തിന് ഞാനില്ല. ഞാൻ എത്ര പറഞ്ഞാലും അമ്മച്ചിക്കെന്നല്ല ആർക്കും ഇപ്പൊ എന്നെ മനസ്സാവില്ല. എന്തായാലും നന്ദനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത്. ആ പെണ്ണിനെ ഞാൻ അറിയില്ല. ആരോ മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞത്. പോലീസ് വന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നെങ്കിൽ ഉള്ള സത്യം മുഴുവൻ വിളിച്ചു പറയില്ലായിരുന്നോ? അപ്പോഴും നന്ദനാ വേണ്ടാന്ന് പറഞ്ഞത്. അത് പിന്നെ വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അമ്മച്ചി വിഷമിക്കാതിരിക്കെ. സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തും. ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ വിളിച്ചത് കൊണ്ടുവരും. എന്തിന്? ഇനി അതിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ളവർ കയ്യും കാലും പിടിച്ചിട്ടാ ആ ഭാഗ്യലക്ഷ്മി ഒരു വിധത്തിൽ കല്യാണത്തിന് സമ്മതിച്ചത്. എല്ലാം കുളാക്കിയില്ലേ നീ? ഒന്നും എന്റെ കുറ്റമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ആരുടെ കുറ്റം കൊണ്ടാ? എന്നോടുള്ള വിരോധം കൊണ്ട് തന്നെയാ അവള് കല്യാണം മുടക്കാൻ വന്നതെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പിന്നെ അവൾക്ക് ദേഷ്യം സൈമനോടോ ഭാഗ്യലക്ഷ്മിയോടോ ആരോട് വേണമെങ്കിലും ആവല്ലോ. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കുക, അത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. സൈമണോടോ ഭാഗ്യലക്ഷ്മിയോടോ അവൾക്കെന്തിനാ ദേഷ്യം? തന്നെയല്ല,
അവളുടെ സംസാരത്തിൽ നിന്നും സൈമണോടോ ഭാഗ്യലക്ഷ്മിയോടോ വിരോധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറ്റം എന്റെ തന്നെ. നന്ദനെ ഞാൻ വിശ്വസിച്ചു. അതാ കുഴപ്പമായത്. അമ്മച്ചി, നീ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? അമ്മച്ചി, ആ പെണ്ണെന്റെ ആരുമല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ സാന്ദ്രമോളുടെ നല്ലൊരു ഭാവി കൂടിയാ നീ കാരണം ഇല്ലാതായത്. ഭാഗ്യലക്ഷ്മിയോട് ഞാൻ സംസാരിക്കാം. എന്ത്? എന്റെ നിരപരാധിത്വം അവളെ മനസ്സിലാക്കിച്ചല്ലേ പറ്റൂ. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇനി അവളുടെ മുമ്പിലോട്ട് ചെന്നാ മതി. ഭാഗ്യലക്ഷ്മി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഇനി അവള് വിശ്വസിച്ചാലും സൈമൺ വിശ്വസിക്കുമെന്ന് തോന്നില്ല. അവനിനി ഈ കല്യാണത്തിന് ഒരിക്കലും തയ്യാറാവത്തുമില്ല. എന്റെ സാന്ദ്രമോള് ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ഭാഗ്യലക്ഷ്മിയുടെ കല്യാണത്തോടെ അവളുടെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളും നീ കിട്ടുന്നു ആഗ്രഹിച്ചപ്പോ. അമ്മച്ചി വീട്ടിലേക്ക് അല്ലേ? സാന്ദ്ര അവിടെ തനിച്ചല്ലേ? അതിന് ഒന്നുമില്ല. അവൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വിവാഹം ഞാൻ കാരണം നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമം കാണും അവൾക്ക്. ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്യേ. എത്ര ആശ്വസിപ്പിച്ചാലും ഇനി കാര്യമൊന്നുമില്ലല്ലോ. നീ എങ്ങനെ തെളിയിക്കുമെന്നാ പറയുന്നത്? ആ പെണ്ണിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ മിഴിച്ചു നിന്നില്ലേ നീ? ശരിക്കും ഓർത്തു നോക്ക് അവൾ ആരാണെന്ന്. നിന്റെ സ്വഭാവം വെച്ച് ഒരാളല്ലല്ലോ വരേണ്ടത്. ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിലും വിവാഹം എന്നൊരു വിഡ്ഢിത്തം അത് ഈ നന്ദന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ താലി ചരടും കഴുത്തിലിട്ടോണ്ട് ഒരുത്തി വന്നത്? അത് ചതിയാണ്. ചതിയോ? ആര്? നന്ദനും പരമേശ്വരിയമ്മയ്ക്കും ശിവകാമിക്കും മുകളിൽ ഇങ്ങനൊരു കളി ആര് കളിക്കും? കാൽ കാശിന് ഗതിയില്ലാത്ത സൈമണോ? അതോ എട്ടും പൊട്ടും തിരിയാത്ത ആ അടുക്കളക്കാരി ഭാഗ്യലക്ഷ്മിയോ? ഈ വിവാഹം നടക്കാൻ നമ്മളെക്കാൾ തിടുക്കം സൈമൺ ആയിരുന്നു. നന്ദനെ അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നില്ലേ? നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. നമുക്കെതിരായി ഇങ്ങനെ ഒരു നീക്കം ആരിൽ നിന്നുണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടി നിന്റെ വിവാഹം മുടക്കുവോ? അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ നീ ഒട്ട് സമ്മതിച്ചതുമില്ല. അതിൽ നിന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ സമയത്ത് പോലീസിനെ വിളിച്ചു വരുത്തി അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ പിടിക്കപ്പെടുന്നത് ഞാനായിരിക്കും. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന എങ്ങനെ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തും? നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ആ പെണ്ണിനെ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളെ നീ ഇതിനു മുമ്പ് വിവാഹം കഴിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത്രയും കാശ് മുടക്കി ഒരു കല്യാണ നാടകം നടത്തിയിട്ട് അത് നഷ്ടപ്പെടുക, അത് സഹിക്കാവുന്നതിന്റെയും അപ്പുറത്താ. ഇതിപ്പോ പടിക്കൽ കൊണ്ടുപോയി കുട ഉടച്ചതുപോലെയായി കാര്യങ്ങള്. നമുക്കിടയിൽ ഈ വിവാഹത്തിനെതിരായി കളിക്കാൻ മറ്റൊരാളില്ല. ആ സ്ഥിതിക്ക് നന്ദൻ സത്യം തുറന്നു പറയുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആ പെണ്ണിനെ ഞാൻ അറിയില്ല, ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. കല്യാണം കഴിച്ച് ജീവിതം തുലയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുമല്ല ഞാൻ. പിന്നെ അവൾ ആരാ? ആര് പറഞ്ഞു വിട്ടത് അവളെ? എന്താ അവളുടെ ഉദ്ദേശമെന്ന് നമുക്കറിയണം. ഒരു കാര്യം ഉറപ്പാ, നിന്റെ ഉള്ളിലിരിപ്പ് ശരിക്കും അറിയാവുന്ന ആരോ ഒരാൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു തടസ്സമാകും. മുന്നോട്ടിനി എന്ത് യാത്ര? വന്നവളുടെ പ്രകടനത്തോടെ ഭാഗ്യലക്ഷ്മി പേടിച്ചു പോയി കാണും. ഒരു രണ്ടാം കെട്ടുകാരന്റെ മുന്നിൽ താലി കെട്ടാൻ വേണ്ടി ഇനി അവളെ തലകുനിക്കൊന്നും തോന്നുന്നില്ല. ഭാഗ്യലക്ഷ്മിയുടെ ആഗ്രഹം നടന്നു. അവളുടെ പ്രാർത്ഥന ചോറ്റാനിക്കര അമ്മ കേട്ടൂന്ന് കരുതിയാ മതി. അങ്ങനെ ഇത്തവണയും അവൾ തന്നെ ജയിച്ചു. അവളങ്ങനെ ജയിക്കില്ല. നന്ദനെതിരായി കയറി വന്ന അവളെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും.
എന്നിട്ട് നന്ദന്റെ നിരപരാധിത്വം അത് ഭാഗ്യലക്ഷ്മിയുടെ മുമ്പിൽ ഞാൻ തെളിയിക്കും. വീരവാദം കൊള്ളാം. ആദ്യം പോയി കണ്ടുപിടിക്കും നിന്റെ കല്യാണം മുടക്കാനായി വന്ന് അരങ്ങ് തകർത്തവൾ ആരാണെന്ന്. നിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി ബുദ്ധിപരമായി കരുനീക്കിയ ആ അദൃശ്യ ശക്തി ആരാണെന്ന് പോയി കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കും. കലക്കി ഉഗ്രനായിട്ടുണ്ട്. നീ തകർത്തു മോളെ. നല്ല തകർക്കല. അവൻ കൊണ്ടുപോയി കേസ് കൊടുത്താലേ എന്റെ ജീവിതം പിന്നെ അഴിക്കുള്ളില്ല. അവൻ ഒരു കേസും കൊടുക്കില്ല. പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോ തന്നെ അവൻ കടന്ന് പരുങ്ങുന്നത് നീ കണ്ടില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഒരു ദുർബുദ്ധി തോന്നി പോലീസിൽ പരാതിപ്പെട്ടാ മതി. പിന്നെ അറിയാലോ, എന്റെ 2 കൊച്ചുങ്ങൾ അനാഥരാ. എല്ലാം എനിക്കറിയാം. പറഞ്ഞ കാശ് മുഴുവൻ ഇതിലുണ്ട്. നിന്റെ പ്രകടനത്തിന് ഇത് പോരാന്നറിയാം. എന്ത് ചെയ്യാനാ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. കാശൊക്കെ ഉള്ളത് മതി. റാഹേലമ്മ ഒന്ന് പറഞ്ഞപ്പോ അതിന്ന് ഒഴിയാൻ തോന്നിയില്ല. പിന്നെ ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് തോന്നലും. എല്ലാം നന്നായി വരും. നീ നോക്കിക്കോ. ഇതുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അഥവാ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായാ എല്ലാം ഈ റാഹേലമ്മ നോക്കിക്കോളാം. എന്താ പോരെ? റാഹേലമ്മ എനിക്ക് വിശ്വാസം. എന്നാ പിന്നെ മോള് പോയിക്കോ. ആരെങ്കിലും കണ്ട് പ്രശ്നം ആവുന്നതിന് മുമ്പ് മോള് പൊക്കോ. ശരി റാഹേലമ്മ. അവന്റെ ഒരു കല്യാണം. ഈ റാഹേലമ്മയുടെ അടുത്താ അവന്റെ കളി. വല്യമ്മച്ചി, വല്യമ്മച്ചി, അത് ആ പെൺകുട്ടി, അവള് അത് അവളല്ലേ? ഏത് പെൺകുട്ടി? അവളല്ലേ നന്ദന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കല്യാണം മുടക്കാൻ വന്നവള്. എന്താ കല്യാണം മുടങ്ങിയതിൽ സങ്കടം ഉണ്ടോ നിനക്ക്? വല്യമ്മച്ചി എന്താ ഈ പറയുന്നേ? ഈ കല്യാണത്തിന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ചോറ്റാനിക്കരെ അമ്മ പറഞ്ഞു വിട്ടതുപോലെ ആ പെൺകുട്ടി വന്നത്. അവളെ പറഞ്ഞു വിട്ടത് ചോറ്റാനിക്കര അമ്മ തന്നെയാ. ഞാനെല്ലാം കേട്ടു. വല്യമ്മച്ചി പറഞ്ഞിട്ടല്ലേ അവള് വന്നത്. ഏതാ പെൺകുട്ടി? അവള് ശരിക്കും നന്ദന്റെ ഭാര്യ തന്നെയാണോ? മോളിപ്പ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ജയിക്കാൻ വേണ്ടിയുള്ള ചില കളികൾ, അത് ജയിച്ചല്ലേ പറ്റൂ. എന്തായാലും നന്ദിയുണ്ട് വല്യമ്മച്ചി. നന്ദിയോ? എന്നോടെന്തിനാ നന്ദി വാക്ക്? നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? വല്യമ്മച്ചിക്ക് നീയും നിന്റെ ജീവനാ വലുത്. മോള് പേടിക്കണ്ട. സന്യസിക്കാനാണ് നിന്റെ യോഗവും ഇഷ്ടവുമെങ്കിൽ, അതാണ് നിന്റെ യഥാർത്ഥ ജാതകഫലമെങ്കിൽ, അത് നിന്റെ ധർമ്മമാണ്. ആ ധർമ്മം പരിപാലിക്കേണ്ടത് നിന്റെ കടമയും. അതൊരിക്കലും ഒരു താലിച്ചരടിൽ കുരുങ്ങിക്കിടക്കില്ല. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് ഇനിയും അവളെ വശീകരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് വെറുതെ. എന്ന് വിചാരിച്ച് ഏറ്റെടുത്ത ജോലി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇതിലും നല്ലത് അതാ. കൂടുതൽ നഷ്ടം വരുത്തുന്നതിന് മുൻപ് പോകുന്നത് തന്നെയാ നിനക്ക് നല്ലത്. കാശല്ല ഇപ്പൊ എന്റെ പ്രശ്നം. വാശിയായിരിക്കും. അതെ, വാശി തന്നെ. ആ വാശി ഇനി ഈ ജന്മം നടക്കില്ല എന്ന് ഉറപ്പായില്ലേ? നോക്കാം. നോക്കാനൊന്നുമില്ല. ഭാഗ്യലക്ഷ്മി നന്ദനും തമ്മിലുള്ള കല്യാണത്തിന് സൈമൺ വരെ അനുകൂലിച്ചതാ. ഇനി സൈമൺ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന്റെ അമ്മച്ചി തന്നെ അത് നിന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. സൈമൺ ഇനിയും സമ്മതിക്കും. അതിന് സൈമൺ രണ്ടാമത് ജനിക്കണം. സൈമൺ രണ്ടാമതോ മൂന്നാമതോ ജനിച്ചോട്ടെ, പക്ഷേ നന്ദന്റെ വാശി അത് നടന്നിരിക്കും.
സൈമൺ ഇനിയും നിന്നെ കൊണ്ട് ഭാഗ്യലക്ഷ്മിയെ കെട്ടിക്കുമെന്നാണോ പറയുന്നത്? അത് നടക്കില്ല, നടക്കില്ല നന്ദ. അവളെ, ആ പൊട്ടി കരിങ്കണ്ണിയെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്. അല്ലാതെ കല്യാണമെന്നും പറഞ്ഞ് ഇതുപോലെ വെള്ള ഷർട്ടും കൊണ്ട് കൊടുത്ത് അവളുടെ പിന്നാലെ നടന്ന് എന്റെ അമ്മയുടെയും കാശ് സമയം കളയല്ല വേണ്ടത്. ഇന്ന് തന്നെ ഭാഗ്യലക്ഷ്മി ആ വീട്ടിൽ നിന്ന് പുറത്തു പോകും. എങ്ങനെ? സൈമന്റെ വീട്ടിൽ നിന്ന് അവളെ ആട്ടി പുറത്താക്കി വാതിലടയ്ക്കുന്നത് കാണണോ നിനക്ക്? എന്നാ പറ, എങ്ങനെയാ എങ്ങനെയാ ഭാഗ്യലക്ഷ്മിയെ സൈമന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ പോകുന്നത്? സാന്ദ്രയിലൂടെ. സാന്ദ്രയിലൂടെയോ? അതെ, സാന്ദ്ര. അവളാണ് അതിനുള്ള തുറുപ്പിച്ചിട്ട്. മോളെ, അയ്യോ അയ്യോ, മോളെ മോളെ മോളെ, നീ എന്തായി കാണിക്കുന്നത്? എന്റെ കർത്താവേ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എനിക്കിനി ജീവിക്കണ്ട. എന്റെ കർത്താവേ, എന്റെ മോൾ എന്തൊക്കെയാ പറയുന്നത്? മോൾ അരുതാത്തൊന്നും ചെയ്യല്ലേ. എന്റെ പൊന്നുമോൾ താഴെ ഇറങ്ങ്. എന്റെ പൊന്നു മോളല്ലേ, മോളും താഴെ ഇറങ്ങ്. അമ്മ പറയുന്ന നീ ഒന്ന് കേൾക്ക്. എനിക്കിനി മരിച്ചാ മതി. ആ ഭാഗ്യലക്ഷ്മി കാരണം എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. കർത്താവേ, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട അമ്മച്ചി. എന്റെ പൊന്നുമോളല്ലേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മോളെ, മോളും താഴെ ഇറങ്ങ്. എന്നിട്ട് വാതിൽ തുറക്ക്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. മോളുടെ അമ്മച്ചിയല്ലേ പറയുന്നത്. മോള് താഴെ ഇറങ്ങ്. ഇറങ്ങു മോളെ. മോളെ, എന്ത് വിവരക്കേടാ നീ കാണിച്ചത്? എനിക്ക് മടുത്തു അമ്മച്ചി. ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം നടന്നിട്ട് സാന്ദ്ര ആരും കെട്ടിക്കൊണ്ടു പോകത്തില്ല. നന്ദനുമായിട്ടുള്ള അവളുടെ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഇച്ചായന്റെ പേരിൽ അവൾ ഉണ്ടാക്കി വെച്ച പേരുദോഷം അത് ഈ കുടുംബം വിട്ട് പോവില്ല. എങ്ങനെയൊക്കെ ഉണ്ടായി തീരുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലോ. എല്ലാം അവൾ ഉണ്ടാക്കി തീർത്തതാ. ആ നശിച്ചവള് കാരണം ഈ ജന്മം എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവാൻ പോണില്ല. എന്റെ അമ്മച്ചിക്കും അപ്പച്ചനും ഇച്ചായനും ഒരു ഭാരമായി ഈ വീട്ടിൽ കിടന്ന് മൂത്ത് നരകിക്കാനായിരിക്കും എന്റെ യോഗം. വേണ്ട അമ്മച്ചി, അങ്ങനൊരു ജീവിതം ഈ മോക്ക് വേണ്ട. എന്റെ മോൾക്കില്ലാത്തൊരു ജീവിതം അവൾക്കും വേണ്ട. ഈ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകുന്നവൾക്ക് വേണ്ടി എന്റെ മോള് കെട്ടി തൂങ്ങൊന്നും വേണ്ട. അവളിങ്ങ് വരട്ടെ. അവളെ കൊണ്ടുള്ള ശല്യം അത് ഇന്നത്തോടെ അമ്മച്ചി അവസാനിപ്പിക്കും.
മോളെ വാ. നിൽക്ക്. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ കാല് ഞാൻ വെട്ടിമുറിക്കും. എൽസേ, എൽസ തന്നെ പറയുന്നത്. ഇറങ്ങി പോടി. വാ. ഇവളെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്തിനാ ഈ പാപത്തിനെ എങ്ങനെ ദ്രോഹിക്കണത്? ദ്രോഹിക്കല്ല, പറഞ്ഞതുപോലെ വെട്ടി അരിയും ഞാൻ. എനിക്ക് വലുത് എന്റെ മോളുടെ ജീവനാ. അതില്ലാതാക്കാൻ നോക്കിയാ ആരാണെന്ന് ഞാൻ നോക്കില്ല. വെട്ടി അരിയെന്ന് പറഞ്ഞ വെട്ടി അരിഞ്ഞിരിക്കും. എൽസേ, നിനക്ക് എന്താ പറ്റിയത്? സാന്ദ്രമോള് എന്റെ മാത്രം കൊച്ചല്ലല്ലോ. ഈ നശിച്ചവള് കാരണം അവള് തൂങ്ങി മരിച്ച അപ്പച്ചനായി നിങ്ങൾക്കൊന്നും തോന്നത്തില്ലേ?